ഹലോ ഗൈസ്, വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു കറി വന്നിട്ട് ഇൻസ്റ്റയിലൊക്കെ ഒരു ടൈം ഭയങ്കര വൈറലായിരുന്നു, ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മാത്രമാണ് കേട്ടോ ഇത്. അപ്പം ആദ്യം തന്നെ പാൻ വെച്ചിട്ട് ജസ്റ്റ് അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ ഓയിലും കൂടെ ചൂടാവുന്ന സമയത്ത് നമുക്ക് സവാള, വെളുത്തുള്ളി, പിന്നെ ഞാൻ ഒരു കുഞ്ഞുള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ, പിന്നെ മുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് തന്നെ കറിവേപ്പിലയൊന്നും നല്ലോണം ഇടരുത്. അപ്പോൾ കുറച്ച് മാത്രം, ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രം കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വീണ്ടും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ അധികം ഓവർ മസാലയൊന്നും ചേർക്കുന്നില്ല, ഈ 2 പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. തക്കാളി കൂടുതൽ ഇടുമ്പം തന്നെ നല്ല ടേസ്റ്റ് വരും, ആ ഒരു പുളിയൊക്കെ ആയിട്ട്. പുളി ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇതിട്ട് കൊടുക്കുകയാണ്. ചൂടോടെ ഇട്ട് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂട് ആറിയതിന് ശേഷം മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഒരു പേസ്റ്റ് പോലെ ആവണം. പിന്നെ കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. കുറച്ച് അത്യാവശ്യം ഒരു ചെറിയൊരു, അതിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, അധികം ഓവറായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ സെയിം നേരത്തെ പാനിലോട്ട് തന്നെ നമ്മൾ ഈ ഇത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മുട്ട പൊട്ടിച്ച് ഞാൻ ഒഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇന്നത് പോയിട്ട് ആ ഒരു ക്ലിപ്പ്. പിന്നെ ഈ മുട്ട പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ, വെളിച്ചെണ്ണ നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് കുറച്ചാക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മുട്ട ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അടച്ചിട്ട് ഒരു വേഗം തന്നെ ഈ കറി വേഗം തന്നെ നമുക്കാവും കേട്ടോ, അതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് സെറ്റായി ഗൈസ്. ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മളെ കറിയായി. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെ, പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് വായിന്ന് വെള്ളം ഇട്ടുന്നു ഗൈസ്. അത്രയും അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കേടാ.